Hi friends, welcome to Junior Junction YouTube channel. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഒരു പോമാണ് പഠിക്കാൻ പോകുന്നത്. ആ പോമിൻ്റെ പേര് ലാഫിംഗ് സോങ്സ് എന്നാണ്. അത് എഴുതിയിരിക്കുന്നത് വില്യം ബ്ലേക്ക് ആണ്. ഓക്കെ, പോമിൻ്റെ പേര് ലാഫിംഗ് സോങ്സ്. ഓക്കെ, അത് ഫുൾ നമുക്കിന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് പോമിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഓഥറിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ. ഓഥർ എന്ന് പറയുന്നത് വില്യം ബ്ലേക്ക് ആണ്. പിന്നെ അതിന്റെ ഫസ്റ്റ് ഒരു കോട്ട് കൊടുത്തിട്ട് നമുക്ക് നോക്കാം. കോട്ടിലെ സെന്റൻസ്: സംടൈംസ് the sheer presence of nature fill us with joy. We see laughter and happiness all around us. എന്താണ് സംടൈംസ് the sheer presence of nature? ഷിയർ പ്രസൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രഷ് ആയിട്ടുള്ള നേച്ചർ. ഓക്കെ, പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള നേച്ചർ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ്? സന്തോഷം വരാറുണ്ട്. അതാണ് ആ ഫസ്റ്റ് സെന്റൻസിൽ പറയുന്നത്. സംടൈംസ് ഇത് ഷിയർ എന്ന് പറഞ്ഞാൽ ഫ്രഷ് എന്നുള്ള ഒരു അർത്ഥമാണ്. എന്താ? പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി. സംടൈംസ് ദ ഷിയർ പ്രസൻസ് ഓഫ് നേച്ചർ ഫിൽ അസ് വിത്ത് ജോയ്. വി സീ ലാഫ്റ്റർ ആൻഡ് ഹാപ്പിനെസ് ഓൾ അറൗണ്ട് അസ്. എന്താണ്? സന്തോഷവും എന്താണ് സന്തോഷം നമ്മൾ ഈ പ്രകൃതിയിൽ ഓരോ കാര്യങ്ങളിലൂടെ നമ്മൾക്ക് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പം നമുക്കിതിന്റെ ഓഥർ ഒന്ന് നോക്കാം. ലാഫിംഗ് സോങ്സ് എന്ന് പറയുന്ന പോമിന്റെ ഓഥർ വില്യം ബ്ലേക്ക് ആണ്. വില്യം ബ്ലേക്ക് വാസ് ആൻ ഇംഗ്ലീഷ് പോയറ്റ്, പെയിന്റർ ആൻഡ് എൻഗ്രേവർ ഓഫ് റൊമാൻറ്റിക് ഏജ്. ഓക്കെ, അപ്പം വില്യം ബ്ലേക്ക് ഒരു പോയറ്റ് ആയിരുന്നു, പ്ലസ് അയാൾ പെയിന്റർ ആസ് വെൽ ആസ് എൻഗ്രേവർ ഓഫ് റൊമാൻറ്റിക് ഏജ്. ഓക്കെ, ഇംഗ്ലീഷിൽ റൊമാൻറ്റിക് ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റൊമാൻറ്റിക് പോയംസ്, സ്റ്റോറീസ് ഒക്കെ എഴുതുന്ന ഒരു ടൈം പീരീഡിനെയാണ് റൊമാൻറ്റിക് ഏജ് എന്ന് പറയുന്നത്. His poetry contains the idea of striking a balance between an innocence and experience. അപ്പൊ എന്താണ്? വില്യം ബ്ലേക്കിന്റെ പോയട്രിയിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? എന്താണ്? രണ്ട് കാര്യങ്ങളുടെ ബാലൻസ് കാണാൻ പറ്റും. ഓക്കെ, ഇന്നസെൻസ് നിഷ്കളങ്കത പ്ലസ് എക്സ്പീരിയൻസ്. ഓക്കെ, എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉള്ള എക്സ്പീരിയൻസുകൾ. ഓക്കെ, സോങ്സ് ഓഫ് ഇന്നസെൻസ് ആൻഡ് ഓഫ് എക്സ്പീരിയൻസ്, അത് അയാളുടെ ഒരു കൃതിയാണ്. ദ മാരേജ് ഓഫ് ഹെവൻ ആൻഡ് ഹെൽ ആൻഡ് മോഷൻ ആർ ഹിസ് മേജർ വർക്ക്സ്. അപ്പം ഈ മൂന്നെണ്ണമാണ് അയാളുടെ മേജർ ആയിട്ടുള്ള കൃതികൾ. ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് സോങ്സ് ഓഫ് ഇന്നസെൻസ് ആൻഡ് ഓഫ് എക്സ്പീരിയൻസ്, ദ മാരേജ് ഓഫ് ഹെവൻ ആൻഡ് ഹെൽ, പിന്നെ എന്താണ്? മിൽട്ടൺ. ഓക്കെ, മിൽട്ടൺ ആർ ഹിസ് മേജർ വർക്ക്സ്. ഓക്കെ, അപ്പം നമുക്ക് പോമിലേക്ക് കിടക്കാം. പോം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. When the green woods laugh with the voice of joy, and the dimpling streams runs laughing by. When the air does laugh with our merry wit, and the green hills laugh with the noise of it. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. വെൻ ദി ഗ്രീൻ വുഡ്സ്, ഇവിടെ ഗ്രീൻ വുഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫോറസ്റ്റിന്റെ ഉൾക്കാടുകളിലുള്ള മരങ്ങളാണ്. എന്ന് പറഞ്ഞാൽ തിക്കായിട്ടുള്ള ഒരു ഫോറസ്റ്റില് വലിയ വലിയ മരങ്ങളുള്ള ഒരു സീനറീനെയാണ് നമ്മൾ ഗ്രീൻ വുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വെൻ ഇത് ഗ്രീൻ വുഡ്സ് ലാഫ്, അപ്പൊ എന്താണ്? മരങ്ങള് കാറ്റത്ത് അതിന്റെ ഇലകളൊക്കെ ആടുന്നത് എന്താണ്? ഇതൊരു പേഴ്സോണിഫിക്കേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് പേഴ്സോണിഫിക്കേഷൻ? പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലിവിങ് അല്ലെങ്കിൽ നോൺ ലിവിങ് ആയിട്ടുള്ള ഓബ്ജക്റ്റ് എന്താണ്? ഹ്യൂമൻ ആറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ ഹ്യൂമൻസ് ചെയ്യുന്ന കാര്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ്? അവരെ അതായിട്ട് ഉപമിക്കുന്നതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ലാഫ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ശരിക്കും നോക്കിയിട്ടുണ്ടെങ്കിൽ ട്രീസ് ചിരിക്കുവോ? മനുഷ്യന്മാർ ചിരിക്കുന്ന പോലെ ചിരിക്കില്ലല്ലോ. അപ്പം എന്താണ്? ഇവിടെ പേഴ്സോണിഫിക്കേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. വെൻ ഇത് ഗ്രീൻ വുഡ്സ് ലാഫ് വിത്ത് ദ വോയിസ് ഓഫ് ജോയ്. ഓക്കെ, സന്തോഷത്തോടെ എന്താണ്? കാടുകളിലെ മരങ്ങളെല്ലാം ചിരിക്കുന്നു എന്നാണ് ഇവിടെ ഓഥർ ആയിട്ടുള്ള വില്യം ബ്ലേക്ക് പറയുന്നത്. ഓക്കെ, അപ്പൊ പേഴ്സോണിഫിക്കേഷൻ എന്താ? ഹ്യൂമൻ ചെയ്യുന്ന കാര്യങ്ങള് അതർ എന്താണ്? ലിവിങ് ഓർ നോൺ ലിവിങ് ഓബ്ജക്ട്സ്
ചെയ്യുന്നത് പോലെ പറയുന്നതിനെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുക. ഓക്കെ, പിന്നെ അടുത്തത് നമുക്ക് നോക്കാം. ആൻഡ് ദ ഡിംബ്ലിംഗ് സ്ട്രീംസ് റൺ ലാഫിംഗ് ബൈ. അപ്പൊ എന്താണ്, നമ്മളിപ്പം ഫസ്റ്റ് ലൈനിൽ നമ്മളിപ്പോ എവിടെയാ, എന്തൊരു സീനാണ് കാണുന്നത്? നമ്മളൊരു തിക്ക് ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ നിറച്ച് മരങ്ങളും, നല്ല ഹൈറ്റുള്ള മരങ്ങളും ചെറിയ മരങ്ങളും ചെടികളും ഒക്കെയുള്ള ഒരു ഫോറസ്റ്റിനെയാണ് ഫസ്റ്റ് ലൈനിൽ വില്യം ബ്ലേക്ക് എന്താണ് പോർട്രേറ്റ് ചെയ്യുന്നത്. അപ്പം ആ പിന്നെ വലിയ മരങ്ങളുടെയൊക്കെ ഇടയിൽ കൂടെ എന്ത് ഒഴുകുന്നുണ്ട്? ഒരു സ്ട്രീം അല്ലെങ്കിൽ അരുവി ഒഴുകുന്നുണ്ട്. ഓക്കെ, അതാണ്. ആൻഡ് ഇത് ഡിംബ്ലിംഗ് സ്ട്രീംസ് റൺസ് ലാഫിംഗ് ബൈ. അപ്പൊ എന്താണ്, മരങ്ങൾ അവിടെ ചിരിക്കുന്നുണ്ട്, അതേപോലെ ആ കാടിന്റെ നടുവിൽ കൂടെ ഒഴുകുന്ന ഒരു സ്ട്രീം. ഡിംപിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ റൗണ്ട്, ഇപ്പൊ ഈ ചെറിയ കുട്ടികളുടെയൊക്കെ കവിളില് നുണക്കുഴി കാണും. ആ നുണക്കുഴി പോലെ റൗണ്ട് ആയിട്ട് എന്താണ് ഡിംബ്ലിംഗ് സ്ട്രീംസ്. എന്താണ്, ഇപ്പൊ നമ്മളൊരു കല്ലൊക്കെ ഒരു കുളത്തിൽ എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ റൗണ്ട് ആയിട്ട് വരില്ലേ, അതേപോലെ ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ള ഓരോരോ ഷേപ്സ് ഫോം ചെയ്തിട്ട് ഒരു സ്ട്രീംസ് അതിലെ ചിരിച്ചുകൊണ്ട് ഒഴുകുന്നുണ്ട് എന്നാണ് പോയിന്റ് പറയുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കിയാലോ. ഇവിടെ എന്താണ്, പേഴ്സോണിഫിക്കേഷൻ ആണ്. എന്താണ്, സ്ട്രീം ചിരിക്കുവോ? ശരിക്കും സ്ട്രീം ചിരിക്കുവോ? ഇല്ല. അപ്പൊ മനുഷ്യൻ ചിരിക്കുന്ന പോലെ സ്ട്രീമും ചിരിക്കുന്നു എന്ന് ഓതർ ഇവിടെ പറയണം. അപ്പൊ ഇവിടെ എന്താണ്, പേഴ്സോണിഫിക്കേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. when the air does laugh with our merry wit എന്ന് പറഞ്ഞാൽ എന്താ, അപ്പം ഇപ്പൊ നമ്മളൊരു കാട് കണ്ടു, കൂറ്റമായ കാട് കണ്ടു, വലിയ മരങ്ങളുള്ള കാട് കണ്ടു, കാടിന്റെ നടുക്ക് കൂടെ എന്താണ് ചിരിച്ചുകൊണ്ടൊരു നദി ഒഴുകുന്നുണ്ട്. അടുത്തത് എന്താണ്, അവിടുത്തെ വായുവിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, when the air does laugh, അപ്പൊ വായു എന്താണ്, ചിരിക്കുകയാണ്. എങ്ങനെയാണ്, ഹാപ്പി ആയിട്ട്, ഹാപ്പി തോട്ട്സ് ഒക്കെ ആലോചിച്ചുകൊണ്ട് എന്താണ് അവിടെ വായുവും ചിരിക്കുകയാണെന്നാണ് ഓതർ പറയുന്നത്. when the air does laugh with our merry wit. our merry wit എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ, തോട്ട്സ് ഒക്കെ ആലോചിച്ചുകൊണ്ട് എന്താണ് അവിടുത്തെ വായുവും ചിരിക്കുകയാണ്. ഓക്കെ, ഇവിടെയും പേഴ്സോണിഫിക്കേഷൻ ആണ്. എയർ ഡസ് ലാഫ്. ഓക്കെ, സ്ട്രീംസ് റൺസ് ലാഫിംഗ്, പിന്നെന്താ ഗ്രീൻ വുഡ്സ് ലാഫ്. ഇതൊക്കെ പേഴ്സോണിഫിക്കേഷന്റെ എക്സാമ്പിൾസ് ആണ്. ആൻഡ് ഇത് ഗ്രീൻ ഹിൽസ് ലാഫ് വിത്ത് ദ നോയ്സ് ഓഫ് ഇറ്റ്. അപ്പൊ എന്താണ്, ഇവരുടെ എല്ലാവരുടെയും എന്താണ് ഒച്ച കേട്ടിട്ട് എന്താണ് പച്ചപ്പ് നിറഞ്ഞ മലനിരകളും ചിരിക്കുകയാണ്. ആൻഡ് ദ ഗ്രീൻ ഹിൽസ് ലാഫ് വിത്ത് ദ നോയ്സ് ഓഫ് ഇറ്റ്. ഓക്കെ, when the meadows laugh with the lively green. ഓക്കെ, അപ്പം എന്താണ് മെഡോസ് എന്ന് പറഞ്ഞാൽ എന്താ, മെഡോസ് എന്ന് പറഞ്ഞാൽ പച്ച നിറഞ്ഞ പുൽത്തകിടിയാണ്, ഗ്രാസ് ലാൻഡ്സ് എന്ന് പറയും. ഓക്കെ, when the meadows laugh, ഇവിടെ എന്താണ് മെഡോസും ഗ്രാസ് ലാൻഡ്സും ചിരിക്കുന്നുണ്ട്. വിത്ത് ലൈവ്ലി ഗ്രീൻ, എന്താണ് പച്ചപ്പ് നിറഞ്ഞ കളറോടുകൂടി എന്താണ് ഗ്രാസ് ലാൻഡ്സും ചിരിക്കുന്നുണ്ട്. ആൻഡ് ദ ഗ്രാസ് ഹോപ്പർ ലാവ്സ് ഇൻ ദ മെറി സീൻ. അപ്പൊ എന്താണ്, ഈ പച്ചപ്പ് നിറഞ്ഞ ഈ കാടിന്റെ ഉള്ളിലെ എന്താണ് അരുവി ഒഴുകുന്ന ഒരു കാടിന്റെ ഉള്ളിലൂടെ എന്താണ് ഗ്രാസ് ഹോപ്പറും ചിരിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഹാപ്പി ആയിട്ടുള്ള സീൻ കണ്ടിട്ട് പച്ചത്തുള്ളനാണ് ഗ്രാസ് ഹോപ്പർ, പുൽച്ചാടി എന്നൊക്കെ പറയുന്ന പുൽച്ചാടിയും ഇതേപോലത്തെ എന്താണ് പച്ചപ്പ് നിറഞ്ഞ അരുവി ഒഴുകുന്ന ഒരു വലിയ കാടിന്റെ സീൻ കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ ആ പിക്ചർ കണ്ടിട്ട് ഗ്രാസ് ഹോപ്പർ അല്ലെങ്കിൽ പുൽച്ചാടിയും ചിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. when Mary and Susan and Emily with their sweet round mouths sing ha ha he. ഓക്കെ, അപ്പൊ എന്താണ്, മേരി ഉണ്ട്, സൂസൻ ഉണ്ട്, എമിലി ഉണ്ട്. വിത്ത് ദർ സ്വീറ്റ് റൗണ്ട് മൗത്ത്. അപ്പൊ എന്താണ് അവരുടെ മധുരമായിട്ടുള്ള റൗണ്ട് ആയിട്ടുള്ള വായ കൊണ്ട് അവരെന്താണ് സിങ് ചെയ്യുന്നത്, പാടുന്നത് ഹാ ഹാ ഹീ. when the painted birds laughs in the shade. അപ്പൊ എന്താണ് അവിടെ ബേർഡ്സ് ഉണ്ട്, ബേർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. ഓക്കെ, where our table with cherries and nuts is spread. എന്താണ് അവിടെ ഒരു ടേബിളില് ചെറീസും നട്ട്സ് ഒക്കെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. come live and be merry and join with me. അപ്പൊ എന്താണ് വില്യം ബ്ലേക്ക് പറയുന്നതാണ്, വരൂ, ജീവിക്കൂ, ഹാപ്പി ആയിട്ടിരിക്കൂ, ആൻഡ്
ജോയിൻ വിത്ത് മീ, എൻ്റെ കൂടെ ഈ ഹാപ്പിനെസ്സിൽ ജോയിൻ ചെയ്യൂ എന്ന് വില്യം ബ്ലേക്ക് പറയാണ്. കം ലിവ്, ബി മേരി, മേരി എന്ന് പറഞ്ഞാൽ എന്താ, ഹാപ്പി ആയിട്ടിരിക്കൂ. ആൻഡ് ജോയിൻ വിത്ത് മീ, ആൻഡ് എന്താണ്, എൻ്റെ കൂടെ എന്താണ് ഈ ഹാപ്പിനെസ്സിൽ ചേരാനാണ് വില്യം ബ്ലേക്ക് പറയുന്നത്. ടു സിങ് ഇത് സ്വീറ്റ് കോറസ് ഓഫ് ഹ ഹ ഹി, എന്താണ്, അപ്പം ഹാപ്പിനെസ്സോടുകൂടി എന്താണ് വില്യം ബ്ലേക്കിന്റെ കൂടെ എന്താണ് വില്യം ബ്ലേക്ക് പാടുന്ന സോങ്ങിന്റെ കോറസ് ആയിട്ട് ആ പാട്ടിലും കൂടെ ചേരാനാണ് പറയുന്നത്. ഏതാണ് ആ കോറസ്? ഹ ഹ ഹി. അപ്പൊ കൂട്ടുകാർക്ക് ഇവിടെ എന്താണ് ഈ പോം മനസ്സിലായെന്ന് കരുതുന്നു. ഈ പോമില് സിമ്പിൾ ആയിട്ട് പറഞ്ഞ എന്താണ്, വില്യം ബ്ലേക്ക് എന്ന് പറയുന്ന ഒരു പോയറ്റ് ഒരു നേച്ചറിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനിനെ പോർട്രേറ്റ് ചെയ്യാണ്. ഓക്കെ, പോർട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ കാണിക്കുകയാണ്. ഓക്കെ, അപ്പൊ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേച്ചറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വില്യം ബ്ലേക്ക് പറയുന്നത്? അവിടെ ഗ്രീൻ വുഡ്സ് ഉണ്ട്. ഗ്രീൻ വുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ശാന്തമായ കാട്ടിന്റെ ഉള്ളിലെ ഒരു സീനാണ് കാണിക്കുന്നത്. അതിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? വലിയ വലിയ മരങ്ങളുണ്ട്. അതിനെയാണ് ഗ്രീൻ വുഡ്സ് എന്ന് പറയുന്നത്. പച്ചപ്പ് നിറഞ്ഞ മരങ്ങളുണ്ട്. പിന്നെ ഡിംബ്ലിംഗ് സ്ട്രീംസ് ഉണ്ട്, അരുവിയുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് അവിടെ ഉള്ളത്? വായു ഉണ്ട്. ഓക്കെ, നല്ല ഫ്രഷ് ആയിട്ടുള്ള എയർ ഉണ്ട്. പിന്നെ എന്താ, പച്ചപ്പ് നിറഞ്ഞ മലനിരകളുണ്ട്. ഇവരെല്ലാവരും എന്താണ് ചെയ്യുന്നത്? സന്തോഷം കൊണ്ട് ചിരിക്കുകയാണ്. ഓക്കെ, അതേപോലെ എന്തുണ്ട്? ഗ്രാസ് ലാൻഡ്സ് ഉണ്ട്, പച്ച പുൽത്തകിടികളുണ്ട്. പിന്നെ അവിടുത്തെ എന്താണ്, ഗ്രാസ് ഹോപ്പേഴ്സ് ഉണ്ട്. ഗ്രാസ് ഹോപ്പേഴ്സ് എന്താണ്, ചിരിക്കുകയാണ്. ഓക്കെ, അതേപോലെ മേരി, സൂസൻ, എമിലി അവരെല്ലാവരും ഉണ്ട്. അവരെന്താ ചെയ്യുന്നത്? പാട്ട് പാടുന്നുണ്ട്. പിന്നെ എന്താ, മരത്തിന്റെ തണൽ ചില്ലകളുടെ ഇടയിൽ ഇരിക്കുന്ന ബേർഡ്സ് ചിരിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, അപ്പൊ ഇങ്ങനത്തെ ഒരു ആംബിയൻസിൽ ഓതർ നമ്മളോട് എന്താണ് പറയുന്നത്? കം, എന്താണ്, വരൂ, ഈ ഹാപ്പിനെസ്സിൽ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യൂ എന്നാണ് വില്യം ബ്ലേക്ക് പറയുന്നത്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയമാണ്. ഇതിൽ പേഴ്സോണിഫിക്കേഷൻ ആണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് പേഴ്സോണിഫിക്കേഷൻ? ഒരു ലിവിങ് അല്ലെങ്കിൽ നോൺ ലിവിങ് ആയിട്ടുള്ള ഓബ്ജക്റ്റ് ഹ്യൂമൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, ചിരിക്കുക, കരയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ലിവിങ്ങോ നോൺ ലിവിങ്ങോ ആയിട്ടുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ അവർ ഒറിജിനലി ബേർഡ്സും ഗ്രാസ് പേപ്പറും മരങ്ങളും ഒന്നും ചിരിക്കില്ല. പക്ഷെ ഹ്യൂമൻ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് എന്ത് പറയുന്നത്? ചിരിക്കുക എന്ന് പറയുന്നത്, ലാഫിങ്. അപ്പം ചെയ്യാത്ത ഒരാള് ഹ്യൂമൻ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ചെയ്യുന്നു എന്ന് പറയുന്നതിനെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലും ആക്ടിവിറ്റീസിലേക്കും കിടക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഇസ് ദ സ്പീക്കർ ഇൻ ദ പോയം? പോമിലെ സ്പീക്കർ ആരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ് ഇത് നറേറ്റ് ചെയ്യുന്നത്? ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ആരാണ്? പോയറ്റ് ആയിട്ടുള്ള വില്യം ബ്ലേക്ക് ആണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് നറേറ്റ് ചെയ്ത് തരുന്നത്, ഈ ഒരു സീന് നറേറ്റ് ചെയ്ത് തരുന്നത്. അപ്പൊ സ്പീക്കർ ആരാണ്? വില്യം ബ്ലേക്ക്. അടുത്തത് എന്താ ക്വസ്റ്റ്യൻ നോക്കിയാലോ? What does the poet mean by dimpling streams? Okay, dimpling streams എന്ന് പറഞ്ഞാൽ poet എന്താണ് അർത്ഥമാക്കുന്നത്? The poet means that the stream is running with gentle playful sound. Okay, എന്താണ്? കാട്ടിന്റെ നടുക്ക് കൂടെ നമ്മളിപ്പോ ഒരു ടൂർ പോയാൽ തന്നെ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് നിശബ്ദതയായി നിൽക്കുമ്പം കിട്ടുന്ന ഒരു സൗണ്ട് ഇല്ലേ, ആ സൗണ്ടിനെയാണ് ഇവിടെ പറയുന്നത്. The poet means the stream is running with gentle playful sound. Okay, how do the children express their happiness? കുട്ടികൾ എങ്ങനെയാണ് അവരുടെ ഹാപ്പിനെസ് കാണിക്കുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്? ഓക്കെ, അപ്പം അതിന്റെ ആൻസർ എങ്ങനെ എഴുതുക? The children express their happiness by singing ha ha he. Okay, why are the birds described as painted? എന്തുകൊണ്ടാണ് പക്ഷികളെ പെയിന്റഡ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഓക്കെ, എന്തുകൊണ്ടാണ്? ബേർഡ്സ് ആർ ഡിസ്ക്രൈബ്ഡ് ആസ് പെയിന്റഡ് ബിക്കോസ് ഇറ്റ്സ് ഫെദേഴ്സ് ആർ ബ്രൈറ്റ് ആൻഡ് കളർഫുൾ. എന്താണ്, ഒരു ചിത്രത്തിൽ പെയിന്റ് അടിക്കുമ്പോൾ നമ്മൾ നല്ല നല്ല കളേഴ്സ്, ബ്രൈറ്റ് കളേഴ്സ് കൊടുത്തിട്ടാണ് ചിത്രത്തിൽ ബേർഡ്സിനൊക്കെ കളർ ചെയ്യുന്നത്. അപ്പൊ എന്താണ്, അങ്ങനെയാണ് ആ ബേർഡ്സിനെ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നറേറ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഫെദേഴ്സ് എല്ലാം ബ്രൈറ്റും ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? What does the poet ask you to do? എന്താണ് പോയിറ്റ് പറയുന്നത്?
അവരുടെ സന്തോഷത്തിൽ നമ്മളോടും കൂടിച്ചേർന്ന് നമ്മളോട് സന്തോഷിക്കാനാണ് ആ പോയത്തിലെ ലാസ്റ്റ് സ്റ്റാൻസിൽ പോയിറ്റ് പറയുന്നത്. അപ്പൊ എങ്ങനെ എഴുതാം? ദ പോയിറ്റ് ആസ്ക് us to live and be merry and join with him to sing the sweet chorus of, ഇവിടെ ഓഫ് ആണ്, അറിയാതെ ഡി ആയി പോയതാ, ഓഫ് ha ha he. Okay. Why do you think the poem is titled Laughing Song? എന്തുകൊണ്ടാണ് പോയറ്റ് ഈ പോമിന് ലാഫിംഗ് സോങ് എന്ന് പേര് നൽകിയത് എന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ പോം വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് ആൻസർ എഴുതാവുന്നതാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്, the poem is entitled as Laughing Song because it describes the happiness, beauty and excitement of nature. എന്താണ്? നേച്ചറിന്റെ ഹാപ്പിനെസ്, പിന്നെ എന്താണ് അതിന്റെ ബ്യൂട്ടി, പിന്നെ അതിന്റെ എക്സൈറ്റ്മെന്റ് ഓഫ് നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ചിരിക്കാനും ഈ സന്തോഷത്തിൽ പങ്കുചേരാനൊക്കെയുള്ള ഒരു എക്സൈറ്റ്മെന്റിനെ കുറിച്ചാണ് പോയിറ്റ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു, ഇനി ആക്ടിവിറ്റീസിലേക്ക് കിടക്കാം ഓരോന്നായിട്ട്. റീഡ് the following lines from the poem. എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ലൈൻസ് വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. When the air does laugh with our merry wit and the green hills laugh with the noise of it. Okay. The words wit and it rhyme. ഇവിടെ എന്താണ്? കൂട്ടുകാർക്ക് അറിയാം, നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് എൻഡിങ്ങിൽ സെയിം സൗണ്ട്സ് വരുന്നതാണ് എന്ത്? റൈമിംഗ് വേർഡ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അറിയാം വിറ്റ് ആൻഡ് ഇറ്റ് എന്ന് പറയുന്നത് എന്താണ്? റൈമിംഗ് വേർഡ്സ് ആണ്. ഫൈൻഡ് ഔട്ട് അതർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോം. ഓക്കെ, അപ്പൊ കൂട്ടുകാർ തിരിച്ച് പോമിലേക്ക് പോയിട്ട് അവിടെയുള്ള ബാക്കി സ്റ്റാൻസയിൽ കൊടുത്തിരിക്കുന്ന റൈമിംഗ് വേർഡ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബാക്കി റൈമിംഗ് വേർഡ്സ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. വിറ്റ് ഇറ്റ് അത് ഈ ലൈനിൽ തന്നെ വരുന്നതാണ്. പിന്നെ ജോയ് ബൈ എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റാൻസിൽ വരുന്നതാണ്. പിന്നെ ഗ്രീൻ സീൻ. ഓക്കെ, ഇത് രണ്ട് ലൈനിൽ വരുന്നതാണ്. ഞാൻ ഒരുമിച്ച് റൈം ചെയ്യുന്ന കാരണം ഒരുമിച്ച് എഴുതിയെന്നുള്ളൂ. പിന്നെ ഷെയ്ഡ് സ്പ്രെഡ്. ഓക്കെ, മീ ഹി. ഇത്രയും റൈമിംഗ് വേർഡ്സ് ആണ് നമ്മുടെ ലാഫിംഗ് സോങ് എന്ന് പറയുന്ന പോമിലുള്ളത്. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി നോക്കാം. അടുത്ത ആക്ടിവിറ്റി നോക്കുന്നതിന് മുന്നേ നമുക്കൊരു ടെർമിനോളജി അല്ലെങ്കിൽ നമുക്കൊരു കാര്യം പഠിക്കാനുണ്ട്. ഓക്കെ, അതെന്താണെന്ന് നോക്കാം. അസൊണൻസ്. അസൊണൻസ് ഇസ് ദ റിപ്പീറ്റേഷൻ ഓഫ് ദ വവൽ സൗണ്ട്സ് അക്രോസ് ദ വേർഡ്സ് വിത്തിൻ ദ ലൈൻ ഓഫ് ദ പോം ക്രിയേറ്റിംഗ് ഇന്റേർണൽ റൈംസ്. അപ്പൊ നമ്മൾ ഇത്രയും കാലം എന്താണ് റൈമിംഗ് വേർഡ്സ് അല്ലെങ്കിൽ റൈംസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചത്? എന്താണ്? വേർഡ്സ് എൻഡിങ് വിത്ത് സെയിം സൗണ്ട്. അത് എവിടെയായിരിക്കും നോർമലി കാണുക? പോമിന്റെ ഒക്കെ എൻഡിങ്ങിലാണ് നമ്മളത് നോർമലി കാണാറ്. ഓക്കെ, അതാണ് റൈമിംഗ് വേർഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അസൊണൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അസൊണൻസ് ഇസ് ദ റിപ്പീറ്റേഷൻ ഓഫ് വവൽ സൗണ്ട്സ്. അപ്പൊ എന്താണ്? വവൽ സൗണ്ട്സിന്റെ, ഇപ്പൊ പോമിന്റെ ഉള്ളിലാവാം. ഓക്കെ, പോമിന്റെ ഉള്ളിലുള്ള എന്താണ്? റെപ്പിറ്റേഷൻ സൗണ്ട് ഓഫ് വവൽ സൗണ്ട്സ്. എന്തൊക്കെയാണ് വവൽ സൗണ്ട്സ്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ, ഇ, ഐ, ഒ, യു. ഇത്രയും വേർഡ്സിന്റെ റെപ്പറ്റേഷൻ വരുന്ന പോമിൽ വരുന്ന കാര്യത്തിനെയാണ് നമ്മൾ എന്താണ് പറയുന്നത്? അസൊണൻസ് എന്ന് പറയുന്നത്. ഈസ് ദ റെപ്പറ്റേഷൻ ഓഫ് വവൽ സൗണ്ട്സ് അക്രോസ് ദ വേർഡ്സ്. അക്രോസ് ദ വേർഡ്സ്. അക്രോസ് ദ വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഡീപ്പ് എന്ന് പറയുന്നത് അക്രോസ് ദ വേർഡ്സ് എന്ന് പറഞ്ഞാൽ DEEP. ഒരു വേർഡിന്റെ ഉള്ളിലുള്ള അക്രോസ് എന്ന് പറഞ്ഞാൽ. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡീപ്പ് സ്ലീപ്പിന്റെ ബിറ്റ്വീൻ എന്ന് പറയുന്നത് എന്താണ്? സ്വീറ്റ് ആണ്. ഓക്കെ, അക്രോസ് എന്ന് പറഞ്ഞാൽ ഈ വേർഡിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ ഉള്ള വവൽ സൗണ്ട്സ്, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അക്രോസ് ദ വേർഡ്സ് വിത്തിൻ ദ ലൈൻസ് ഓഫ് ദ പോം ക്രിയേറ്റിംഗ് ഇന്റേർണൽ റൈംസ്. അപ്പൊ എന്താണ് ഇന്റേർണൽ റൈംസ്? നമ്മൾ ഇത്ര നാള് നമ്മൾ ഇന്റേർണൽ റൈംസിനെ കുറിച്ച് നോക്കിയിട്ടില്ല. നമ്മൾ എപ്പോഴും എന്താണ് ഒരു പോമിന്റെ ലൈൻസിന്റെ എൻഡിങ്ങിൽ മാത്രമേ നമ്മൾ എന്തിന് സെർച്ച് ചെയ്യാറുള്ളൂ? റൈമിംഗ് വേർഡ്സിന് സെർച്ച് ചെയ്യാറുള്ളൂ. പക്ഷെ എന്താണ് അസൊണൻസ് എപ്പോഴും നല്ല അസൊണൻസ് എവിടെ വരാൻ ചാൻസ് ഉണ്ട്? ഇന്റേർണൽ ലൈൻസിന്റെ ഉള്ളിലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അസൊണൻസിന്റെ 3 കാര്യങ്ങൾ നമുക്ക് നോക്കണം. ഒന്നെന്താണ്? റെപ്പറ്റേഷൻ ഓഫ് വവൽ സൗണ്ട്സ് ലൈക്ക് എ, ഇ, ഐ, ഒ, യു. ഫസ്റ്റ് പോയിന്റ് അതാണ് അസൊണൻസിന്റെ. പിന്നെ എന്താണ്? അസൊണൻസ് എവിടെ ഫോം ചെയ്യാൻ പറ്റും? അക്രോസ് ദ വേർഡ്സ്.
എന്താണ് ഒരു വേർഡിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് അസനൻസിനെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ എന്താ, ഇറ്റ് ക്യാൻ ബി ഇന്റേണൽ റൈംസ്. എന്താണ്, ഒരു ലൈനിന്റെ ഉള്ളിലും ആകാം എൻഡിങ്ങിലും ആകാം. ഓക്കെ, ഇന്റേണൽ റൈംസ് ആയിരിക്കണം. അപ്പൊ ഈ 3 കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അസനൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്ക് അസനൻസ് എന്താന്ന് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. Deep sweet sleep overtook me. You stand at the blackboard, daddy. അപ്പൊ എന്താണ്, അപ്പൊ നമ്മൾ ഈ 2 ലൈനിൽ നോക്കണം. ഫസ്റ്റ് നമ്മൾ എന്താ നോക്കണ്ടേ, റെപ്പറ്റീഷൻ ഓഫ് വവൽ സൗണ്ട്സ്. അപ്പൊ എന്താണ്, ഈ ലൈനിൽ റെപ്പറ്റീഷൻ ഓഫ് വവൽ സൗണ്ട്സ് ഉണ്ടോ? യെസ്, ഓഫ് കോഴ്സ് ഉണ്ട്. ഏതാണ്, ഇ എന്ന് പറയുന്നത്. ഓക്കെ, ഇ എന്ന് പറയുന്നത് എ ഇ ഐ ഒ യുയിൽ വരുന്നതാണ് ഇ. അപ്പൊ എന്താണ്, ഡീപ്പ്. അക്രോസ് ദ വേർഡ് നോക്കുമ്പോൾ എന്താ, DEEP. സ്വീറ്റ്, ഈ വേർഡിന്റെ അക്രോസ് നോക്കുമ്പോൾ 2 ഇ ഉണ്ട്. പിന്നെ ഈ വേർഡിന്റെ അക്രോസ് നോക്കുമ്പോൾ 2 ഇ ഉണ്ട്. അതേപോലെ ഈ മീയിലെ ഇയും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ എന്താ, ഡീപ്പ് സ്വീറ്റ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ഇന്റേണൽ റൈം ചെയ്യുന്നില്ലേ, നമ്മൾ വിറ്റ് ഇറ്റ് എന്ന് പറയുന്ന പോലെ ഡീപ്പ് സ്വീറ്റ് സ്ലീപ്പ്. ഓക്കെ, ഓവർ ടു മീ എന്നുള്ളത് റൈം ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്ത സെന്റൻസ് നോക്കുക. യു സ്റ്റാൻഡ് അറ്റ് ദ ബ്ലാക്ക് ബോർഡ്, ഡാഡി. ഇവിടെ എന്താണ് വവൽ സൗണ്ട് വരുന്നത്, എ ഇ ഐ ഒ യുല് ഏതൊരു ആ വേർഡ്സിൽ വരുന്ന ഏത് ലെറ്റർ ആണ് റിപ്പീറ്റ് ചെയ്യണത്? ഇവിടെ നോക്കിയാലേ അറിയാം, എ എന്ന് പറയുന്ന പിന്നെ ലെറ്റർ ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റാൻഡ്. ഓക്കെ, ബ്ലാക്ക്. ഓക്കെ, ഡാഡി. ഓക്കെ, ഇതിൽ എ എന്ന് പറയുന്ന വവൽ ലെറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ആക്ടിവിറ്റീസ് നോക്കാം. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോം. When the green woods laughing with the voice of joy, and the dimpling streams run laughing by. The words voice and joy create an assonance. അപ്പൊ എന്താണ്, വോയിസും ജോയ് എന്ന് പറയുന്നത് അസനൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഏത് വവൽ സൗണ്ടിലാണ് വോയിസിലും ജോയിലും അസനൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഓ ആണ്. ഓക്കെ, ഓ ആണ് എന്ത് ജോയിലും പിന്നെ വോയിസിലും എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? ഓ എന്ന് പറയുന്ന വവൽ സൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അസനൻസ് എന്ന് പറയുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ഫസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, ഫൈൻഡ് ഔട്ട് അതർ സെറ്റ്സ് ഓഫ് വേർഡ്സ് ഇൻ ദ പോം വിച്ച് ഹാവ് അസനൻസ്. അപ്പൊ എന്താണ്, നമ്മുടെ പോമിൽ കൊടുത്തിരിക്കുന്ന സെന്റൻസുകളിൽ വേറെ അസനൻസ് വന്നത് ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. പോമിലുള്ള കുറച്ച് അസനൻസ് വരുന്ന, പോമിലുള്ള എല്ലാം ഞാൻ ഒരുവിധം എല്ലാം എഴുതിയിട്ടുണ്ട്. അതിൽ നമുക്ക് അസനൻസ് വരുന്ന ഭാഗങ്ങൾ നോക്കിയാലോ. ആൻഡ് the dimpling streams run laughing by. ഓക്കെ, അപ്പൊ ഡിംപ്ലിംഗ് സ്ട്രീംസ് ലാഫിംഗ് ബൈ എന്ന് പറയുമ്പം ഇതിൽ ഏതൊക്കെ പിന്നെ വേർഡ്സിലാണ് വവൽ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് ഇന്റേണൽ റൈംസ് ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്, ഡിംപ്ലിംഗ്. ഓക്കെ, ഡിംപ്ലിംഗ് എന്ന് പറയുന്ന വേർഡാണ് ഒന്ന്. അതിൽ ഏത് വവൽ സൗണ്ട് ആണ് റിപ്പീറ്റ് ചെയ്യണത്? ഐ. ഓക്കെ, അതേപോലെ ലാഫിംഗ്, ഡിംപ്ലിംഗ്, ലാഫിംഗ്. അപ്പൊ എന്താണ്, അവിടെ ഇന്റേണൽ റൈംസും വന്നു. പിന്നെ എന്താണ്, നമ്മുടെ വവൽ സൗണ്ട് ആയിട്ടുള്ള ഐ അതിൽ വന്നു. വവൽ സൗണ്ട് ഏതാണ്? എ ഇ ഐ ഒ യു. അപ്പൊ ഐ ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് വന്നു. അടുത്തത് നോക്കിയാലോ. വിത്ത് ദാറ്റ് സ്വീറ്റ് റൗണ്ട് മൗത്ത് സിംഗ് ഹാ ഹാ ഹി. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് റൈം ചെയ്യുന്നത്? റൗണ്ട്. ഓക്കെ, റൗണ്ട് മൗത്ത്. ഇവിടെ രണ്ടും എന്താണ്? ഒ യു. ഒ യു എന്ന് പറയുന്നത് രണ്ട് ലെറ്റേഴ്സ് ഏതിൽ വരുന്നതാണ്? നമ്മുടെ വവൽ സൗണ്ട്സിൽ വരുന്നുണ്ട്. എ ഇ ഐ ഒ യു. ഓക്കെ, അപ്പൊ ഒ യു യുയും എന്തിൽ വരുന്നതാണ്? നമ്മുടെ വവൽ സൗണ്ട്സിൽ വരുന്നതാണ്. അതേപോലെ ഇവിടെ ഇന്റേണൽ റൈമും ഉണ്ട്. ഓക്കെ, അപ്പൊ അതെന്തായി? അസനൻസ് ആയി. പിന്നെ വേർ അവർ ടേബിൾ വിത്ത് ചെറീസ് ആൻഡ് നട്ട്സ് ഇസ് സ്പ്രെഡ്. ഓക്കെ, അപ്പൊ എന്താണ്? വേറില് എന്താണ്? ഇ. ഓക്കെ, അതേപോലെ ചെറി, ചെ, ചെ അതൊക്കെ റൈം ചെയ്യുന്നതാണ്. ഓക്കെ, ചെറീസ്, ഇ. പിന്നെ സ്പ്രെഡ്. ഓക്കെ, അതും എന്ന് പറയുന്നത് ഇന്റേണൽ റൈമിംഗ് പ്ലസ് വവൽ ആയിട്ടുള്ള ഇ എന്ന് പറയുന്ന ലെറ്റർ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്ത സെന്റൻസ് നോക്കിയാലോ.
come live and be merry and join with me. Okay. Okay, അതിലെന്താണ് ആസണൻസ് ആയിട്ട് വരുന്നത്? കം, കം ജോയിൻ. ഓക്കെ, അതിൽ ഓ ഓ എന്ന് പറയുന്നത് എന്താണ്? വവൽ സൗണ്ട് ആണ്. അത് കം ജോയിൻ. ഓക്കെ, ഇപ്പൊ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു അസണൻസും കൂടി ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. ബി, മാരി, മീ. ഓക്കെ, അപ്പൊ ഇതിലൊക്കെ എന്താണ് റിപ്പീറ്റ് ചെയ്യുന്നത്? ബി, ബി. ഇപ്പൊ നമുക്കിത് രണ്ട് എക്സാമ്പിൾ ആയിട്ട് എഴുതാം. ഒന്ന് ഓന്റെ വവൽ സൗണ്ട് റെപ്പിറ്റീഷൻ, പിന്നെ എന്താ ഇ, ബി, മാ, മെറി ആൻഡ് മീ. ഓക്കെ, ഇതും ഇന്റേണൽ റൈമിംഗ് വേർഡ്സ് ആണ്. അപ്പൊ കൂട്ടുകാർക്ക് അസണൻസ് എന്താണെന്നും അസണൻസ് എന്താ ഒന്നും കൂടെ പറയാം. എന്താണ്? റെപ്പറ്റീഷൻ ഓഫ് വവൽ സൗണ്ട്സ് വിത്തിൻ എ സെന്റൻസ് ആൻഡ് ക്രിയേറ്റിംഗ് ഇന്റേണൽ റൈംസ്. ഓക്കെ, അതാണ് അസണൻസ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെ കണ്ടുപിടിക്കാം? വവൽ സൗണ്ടിന്റെ റെപ്പറ്റീഷൻ സെന്റൻസിൽ വരണം, പ്ലസ് അതിനൊരു എന്താണ്? ഇന്റേണൽ റൈമിംഗ് കൂടെ വരണം. ഓക്കെ, നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. അടുത്തതാണ് പേഴ്സോണിഫിക്കേഷൻ. ഫസ്റ്റ് നമുക്ക് എന്താണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പഠിക്കാം. അത് കഴിഞ്ഞ് ആക്ടിവിറ്റിയിലേക്ക് പോവാം. വാട്ട് ഇസ് പേഴ്സോണിഫിക്കേഷൻ? പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ വിച്ച് human characters are attributed to an abstract quality, animal or inanimate object. അപ്പൊ എന്താണ്? ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ, ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിരിക്കുക, കരയുക, ഓക്കെ, ഡാൻസ് കളിക്കുക, അതൊക്കെ ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പം ഈ ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് മറ്റു ഓബ്ജക്ട്സിലേക്ക് നമ്മൾ എന്താണ്? അട്രിബ്യൂട്ട് ചെയ്യാണ്. എന്ന് വെച്ചാൽ ഇപ്പം മരം ചിരിക്കുന്നു, മരം ഡാൻസ് കളിക്കുന്നു. ശരിക്കും മരം ഡാൻസ് കളിക്കുകയും ചിരിക്കുകയും ചെയ്യുമോ? ഒരിക്കലുമില്ല. അപ്പൊ എന്താണ്? അതേപോലെ ഇപ്പൊ പൂ ചിരിക്കുന്നു, ഓക്കെ, ഇലകൾ ഡാൻസ് കളിക്കുന്നു. ഇലകളൊക്കെ എപ്പോഴെങ്കിലും ഡാൻസ് കളിക്കില്ല. പൂക്കൾ എപ്പോഴെങ്കിലും ചിരിക്കുവോ? പൂക്കൾ വിടരുന്നതിന് നമ്മൾ പൂക്കൾ ചിരിക്കുന്നു എന്ന് നമ്മൾ പറയും. അതന്നെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹ്യൂമൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ലിവിങ് അല്ലെങ്കിൽ നോൺ ലിവിങ് ആയിട്ടുള്ള ഓബ്ജക്ട്സ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നതിനെയാണ്, അല്ലെങ്കിൽ അതിനെ അട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് നമ്മൾ പറയാ? പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാം. അപ്പൊ നമുക്കിവിടെ എക്സാമ്പിൾസ് നോക്കാം. ദ വിൻഡ് വിസിൽസ്, എന്താണ്? കാറ്റ് ചൂളമടിക്കുന്നു. ദ റെയിൻ ഡ്രംസ് ഓൺ ദ വിൻഡോ പെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റെയിൻ എന്ന് ശക്തമായിട്ട് മഴ പെയ്യുന്ന സമയത്ത്, ഗ്ലാസ്സിലേക്ക് ശക്തമായിട്ട് മഴ പെയ്യുന്ന സമയത്ത് ഡ്രം അടിക്കുന്ന ഒരു ഒച്ച വരുന്നില്ല. ഇത് റെയിൻ ഡ്രംസ് ഓൺ ദ വിൻഡോ പെയിൻ. ഓക്കെ, ജനലുകളിൽ ശക്തമായിട്ട് മഴ അടിക്കുമ്പോൾ എന്താണ്? ഡ്രം അടിക്കുന്ന പോലത്തെ ഫീല് നമുക്ക് അകത്തിരിക്കുമ്പോൾ തോന്നാറുണ്ട്. അതാണ് ദ റെയിൻ ഡ്രംസ് ഓൺ വിൻഡോ പെയിൻ. ദ റെയിൻ ഡ്രോപ്സ് സിങ്, എന്താണ്? മഴത്തുള്ളികൾ പാടുകയാണ്. മഴത്തുള്ളികൾ ശരിക്കും പാടുകയില്ലല്ലോ. മനുഷ്യന്മാര് ചെയ്യുന്ന കാര്യമാണ് എന്ത്? സിങ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ എന്താ? ഇത് വേവ്സ് ഡാൻസ്, എന്താണ്? തിരമാലകൾ ഡാൻസ് കളിക്കുവോ? ഇല്ല. മനുഷ്യന്മാര് ചെയ്യുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് എന്ത്? ഡാൻസ് എന്ന് പറയുന്നത്. ഇത് സ്റ്റോം റോർസ്, അലറുക. ഓക്കെ, ലയൺ റോർസ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ സ്റ്റോം റോർസ്. ഓക്കെ, പിന്നെ ഇത് ഫ്ലവർ സ്മൈൽസ്, ഫ്ലവർ ചിരിക്കോ? ഇല്ല, സ്മൈൽസ്. പിന്നെ ഇവിടെ വിൻഡ് വിസിൽസ് ആണ്. ഓക്കെ, റെയിൻ ഡ്രംസ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം വിസിൽസ്, ഡ്രംസ്, സിങ്സ്, ഡാൻസ്, റോർ, സ്മൈൽസ് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഹ്യൂമൻ ആക്ടിവിറ്റി ആണ്. പക്ഷേ ഇവിടെ നോൺ ലിവിങ് അല്ലെങ്കിൽ ലിവിങ് ആയിട്ടുള്ള എന്താണ് ഓബ്ജക്ട്സ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ചെയ്യാണ്. ഇപ്പൊ എന്താ? വിൻഡ്, മനുഷ്യര് ചെയ്യുന്ന കാര്യം. കാറ്റ് മനുഷ്യര് ചെയ്യുന്ന കാര്യം ചെയ്യുകയാണ്. അപ്പൊ അതിനെ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയും. അപ്പൊ നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് കിടക്കാം. ലുക്ക് അറ്റ് ദ ഫോളോയിങ് ലൈൻസ്. When the meadows laugh with lively green and the grasshopper laughs in the merry scene. Okay, the meadows and the grasshopper laugh like us. അപ്പൊ ഇവിടെ എന്താണ്? മെഡോസും ചിരിക്കുന്നുണ്ട്, എന്താണ്? പുൽച്ചാടിയും ചിരിക്കുന്നുണ്ട്. Pick out from the poem other examples of animals or objects which behave like human beings. Human beings നെ പോലെ ബിഹേവ് ചെയ്യുന്ന കുറച്ച് സെന്റൻസ് പോമിൽ കൊടുത്തിട്ടുണ്ട്. അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കിയാലോ. When the air does laugh, when the air does laugh with our merry wit.
സോറി, when the air does laugh, air എന്ന് പറഞ്ഞാൽ എന്താണ്, വായു ചിരിക്കുകയാണ്. ഓക്കെ, അതൊരു ഹ്യൂമൻ ആക്ടിവിറ്റി ആണ്. the green hills laugh, പച്ചപ്പ് നിറഞ്ഞ മലനിരകൾ ചിരിക്കുകയാണ്. the painted birds laugh, എന്താണ്, പക്ഷികൾ, മരത്തിന്റെ തണലിലിരിക്കുന്ന പക്ഷികൾ ചിരിക്കുകയാണ്. the green woods laugh, എന്താണ്, കാട്ടിലെ വലിയ വലിയ മരങ്ങൾ ചിരിക്കുകയാണ്. the dimpling streams runs laughing, എന്താണ്, അരുവി ചിരിച്ചുകൊണ്ട് കാട്ടിന്റെ നടുവിലൂടെ ഒഴുകുകയാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ആനിമൽസ് അല്ലെങ്കിൽ എന്താണ്, ഓബ്ജക്ട്സ് എന്താണ്, ഹ്യൂമൻ ആക്ടിവിറ്റി ചെയ്യാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ ചെയ്യുന്ന ബിഹേവിയർ ചെയ്യാണ്. അപ്പൊ ഇതൊക്കെയാണ് പോമിലുള്ള എല്ലാ എക്സാമ്പിൾസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്ക് പേഴ്സോണിഫിക്കേഷൻ പ്ലസ് അസനൻസ് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ആ രണ്ട് കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തത് നോക്കാം. The poet describes the joy of nature vividly. Pick out instance from the poem. അപ്പൊ എന്താണ്, പ്രകൃതിയുടെ സന്തോഷത്തെ കുറിച്ച് അവിടെ ഇവിടെയൊക്കെ ഓരോ സെന്റൻസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രീൻ വുഡ്സ് ലാഫ് വിത്ത് ദ വോയിസ് ഓഫ് ജോയ്. ഈ പോമിലെ എല്ലാം ചിരിക്കുന്ന കാര്യങ്ങളും സന്തോഷിക്കുന്ന കാര്യങ്ങളും തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് നോക്കി ചിരിക്കുന്ന ഓരോന്ന് ചിരിക്കുന്ന കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. അത് ഇങ്ങോട്ടേക്ക് എടുത്തെഴുതിയാൽ മതി. when the air does laugh with our merry wit. Okay, and the green hills laugh with the noise of it. when the painted birds laugh in shade. when the green woods laugh in the voice of joy. and the dimpling streams run laughing by. അപ്പൊ ഇത് ഈ laughing എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്, joy of nature ആണ്. ഓക്കെ, അപ്പൊ അത് എടുത്തെഴുതാനാണ് പറയുന്നത്. സിമ്പിൾ ആക്ടിവിറ്റി ആണ്, കൂട്ടുകാർക്കെല്ലാം ചെയ്യാവുന്നതാണ്. അടുത്തത് നോക്കിയാലോ. കംപ്ലീറ്റ് ഇത് ടേബിൾ ഗിവൺ ബിലോ. അപ്പൊ എന്താണ്, ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അതിന്റെ ആൻസർ ചെയ്താം. ടൈറ്റിൽ ഓഫ് ദ പോയം, കൂട്ടുകാർക്ക് പെട്ടെന്ന് പറയാം. എന്താണ് ടൈറ്റിൽ ഓഫ് ദ പോയം? ലാഫിംഗ് സോങ്. നെയിം ഓഫ് ദ പോയിറ്റ്, ആരാണ് എഴുതിയിരിക്കുന്നത്? വില്യം ബ്ലേക്ക് ആണ്. ഓക്കെ, കണ്ടന്റ് അല്ലെങ്കിൽ തീം ഓഫ് ദ പോയം, എന്താണ്, പോം മൊത്തം വായിക്കുമ്പോൾ എന്താണ് നമുക്ക് അവിടെ തരുന്നത്? ഹാപ്പിനെസ് ആണ്. ഹാപ്പിനെസ് ആൻഡ് എക്സൈറ്റ്മെന്റ് ഓഫ് നേച്ചർ. പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി എഴുതാം, ബ്യൂട്ടി. ഓക്കെ, ഹാപ്പിനെസ്, ബ്യൂട്ടി ആൻഡ് എക്സൈറ്റ്മെന്റ് ഓഫ് നേച്ചർ. വൈ യു ലൈക്ഡ് ഇറ്റ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പോം ഇഷ്ടമായി എന്നാണ് ചോദിക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് വിവിഡ്, ഇമാജിനറി ആൻഡ് ഇറ്റ് ഇസ് ബ്യൂട്ടിഫുൾ. എന്താണ്, പോയിറ്റ് നേച്ചറിനെ എങ്ങനെയാണ് നറേറ്റ് ചെയ്യുന്നത്? സന്തോഷം നിറഞ്ഞ അല്ലെങ്കിൽ പച്ചപ്പ് നിറഞ്ഞ ആ ഫോറസ്റ്റിലുള്ള എല്ലാ ആനിമൽസും സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു സീനറിയാണ് പോയിറ്റ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ്സ് വിവിഡ്, ഇമേജറി ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ നേച്ചർ. ഓക്കെ, എന്താ നേച്ചർ ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത എന്താന്ന് നോക്കിയാലോ. റൈറ്റ് ആൻഡ് അപ്രീസിയേഷൻ ഓഫ് പോയം ലാഫിംഗ് സോങ്. യു ക്യാൻ യൂസ് ഡീറ്റെയിൽസ് ഫ്രം ദ അബവ് ആക്ടിവിറ്റീസ് ടു കംപ്ലീറ്റ്. അപ്പൊ എന്താണ്, നമ്മളൊരു അപ്രീസിയേഷൻ എഴുതാൻ വേണ്ടിയിട്ട് പോയിറ്റ് എന്താണ് നല്ല രീതിയിലാണ് ആ പോയം എന്താണ് നറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ നറേറ്റ് ചെയ്ത രീതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ചെയ്തൊരു നല്ല കാര്യത്തിന് എന്താണ്, നിങ്ങൾ ചെയ്തത് നല്ലതായിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഓരോ പോയിന്റ് പോയിറ്റ് ചെയ്ത കാര്യം പറയുന്നതിനെയാണ് അപ്രീഷിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ഒരു അപ്രീസിയേഷൻ എഴുതാൻ നമുക്ക് നോക്കാം. ഇത് പോയറ്റ് പോർട്രേറ്റ്സ് നേച്ചർ വിത്ത് റിച്ച് ആൻഡ് പ്ലസന്റ് ഇമേജറി. ഓക്കെ, എന്താണ് പ്ലസന്റ് ആയിട്ടുള്ള നല്ല സന്തോഷത്തോടുള്ള ഒരു പ്രകൃതിയെ കുറിച്ചാണ് പോയറ്റ് എഴുതിയിരിക്കുന്നത്. ദ പോയറ്റ് ക്രിയേറ്റ്സ് എ സീൻ ഓഫ് ജോയ് ആൻഡ് പ്ലഷർ. ഓക്കെ, സന്തോഷം നിറഞ്ഞിട്ടുള്ള കുറെ സീനുകളാണ് അവിടെ പോയിറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഹി വാണ്ട്സ് എവ്രി വൺ ടു ജോയിൻ ദ മെറി മേക്കിംഗ് വിത്ത് നേച്ചർ. എന്താണ്, പ്രകൃതിയോട് കൂടി ചേർന്ന് എന്താണ് എല്ലാവരും സന്തോഷമായിട്ടുള്ള ഒരു പ്രകൃതിയോട് കൂടി ചേർന്ന് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് ആരാഗ്രഹിക്കുന്നത്? പോയിറ്റ് ആഗ്രഹിക്കുന്നത്. ദ പോയിറ്റ് യൂസസ് സം ഇൻട്രസ്റ്റിംഗ് വേർഡ്സ് ആൻഡ് ഫ്രേസസ്. അപ്പൊ എന്താണ്, പോയിറ്റ് കുറെ ഇൻട്രസ്റ്റിംഗ് വേർഡ്സും ഫ്രേസസ് ഒക്കെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? when the air does laugh with our merry wit, and the green hills laugh with the noise of it, when the painted birds laugh in the shade. The poet uses rhymes
and assonance. I like the poem because I love nature. എനിക്ക് ഈ poem ഇഷ്ടമാണ്. എന്താണ്? എന്ത് കാരണം കൊണ്ടാണ്? ഞാൻ പ്രകൃതിയെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരു അപ്രീസിയേഷൻ എഴുതേണ്ടതെന്ന് നമുക്ക് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ ഈ പോമിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നോക്കാം. അടുത്തത് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒരു സമ്മറി ആയിട്ട് ഇപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ഈ പോമിൽ എന്താണുള്ളത്? പോമില് ഒരു ഫോറസ്റ്റിനെ അല്ലെങ്കിൽ ഒരു പ്രകൃതിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടാണ് പോം വില്യം ബ്ലേക്ക് എന്ന് പറയുന്നത്. പോമിന്റെ പേര് ലാഫിംഗ് സോങ് എന്നാണ്. ഓഥർ അല്ലെങ്കിൽ പോയിറ്റിന്റെ പേര് എന്താണ്? വില്യം ബ്ലേക്ക് ആണ്. വില്യം ബ്ലേക്ക് എന്തിനെ കുറിച്ചാണ് ഈ ലാഫിംഗ് സോങ് എന്ന് പറയുന്ന പോമിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഓക്കെ, കാടിനെ കുറിച്ച്. കാടില് പച്ചപ്പ് നിറഞ്ഞ വലിയ വലിയ മരങ്ങളുള്ള ഒരു കാടിനെ കുറിച്ചാണ് പറയുന്നത്. അതിലെ മരങ്ങള് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിന്റെ നടുവിൽ കൂടെ ഒരു ഡിംബ്ലിംഗ് സ്ട്രീം, അരുവി പോകുന്നുണ്ട്. അരുവി എന്താണ്? ചിരിച്ചുകൊണ്ടാണ് ഒഴുകുന്നത്. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്? ഗ്രീൻ ഹിൽസ് ഉണ്ട്. പിന്നെന്താണ്? വായു, എയർ ചിരിക്കുകയാണ്. പിന്നെ എന്താണ് പറയുന്നത്? ഗ്രാസ് ഹോപ്പർ ഈ പച്ചപ്പായിട്ടുള്ള പുൽത്തകിടികളിലും മരങ്ങളിലൊക്കെ ചിരിച്ചുകൊണ്ട് പറന്ന് നടക്കുകയാണ്. അതേപോലെ പെയിന്റഡ് ബേർഡ്സ് എന്താണ്? ചിരിക്കുകയാണ്. പിന്നെ എന്താണ്? സൂസൻ, എമിലി ഇവരെന്താണ്? ചിരിക്കുകയാണ്. ഹാ ഹി എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. അപ്പൊ പോയിട്ട് കൂട്ടുകാരെ എല്ലാവരെയും ഈ സന്തോഷമായിട്ടുള്ള ഒരു സീനറിയിലേക്ക് വിളിക്കുകയാണ്. നിങ്ങളും വന്നിട്ട് ഈ സന്തോഷത്തിൽ ജോയിൻ ചെയ്ത് സന്തോഷമായിട്ട് ഇരിക്കാനാണ് പോയിറ്റ് പറയുന്നത്. ഓക്കെ, ഇതാണ് പോമിന്റെ സമ്മറി. പിന്നെ എന്താണ്? നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആക്ടിവിറ്റി സെക്ഷനിൽ പഠിച്ചു. ഫസ്റ്റ് വൺ എന്താണ്? അസനൻസ് എന്ന് പറഞ്ഞാൽ എന്താ? റെപ്പറ്റീഷൻ ഓഫ് വവൽ സൗണ്ട്സ് ആണ് ആൻഡ് ഫോമിങ് ഇന്റേണൽ റൈംസ്. അപ്പൊ എന്താണ്? നോൺ ലിവിങ് ആയിട്ടുള്ള ഓബ്ജക്റ്റ് ഹ്യൂമൻ ബിഹേവിയർ കാണിക്കുന്ന പോലെ നമ്മൾ എഴുതുന്നതിനെയാണ് എന്ത് പറയുക? അസനൻസ് എന്ന് പറയുക. ഓക്കെ, പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? അസനൻസ് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? പേഴ്സോണിഫിക്കേഷൻ അസനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഞാൻ തെറ്റിപ്പോയി. അസനൻസ് എന്ന് പറഞ്ഞാൽ റെപ്പിറ്റേഷൻ ഓഫ് വവൽ സൗണ്ട്സ് ഏതൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു ആണ്. ഇത് ഇന്റേണൽ ആയിട്ട് റൈം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? അസനൻസ് എന്ന് പറയാ. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ ലിവിങ് ആയിട്ടുള്ള ഓബ്ജക്ട്സ് ഹ്യൂമൻ ബിഹേവിയർ അട്രിബ്യൂട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാ. അതിന്റെ എക്സാമ്പിൾ എന്താണ്? ഗ്രീൻ വുഡ്സ് ലാഫ്, സ്ട്രീംസ് ലാഫ് എന്നൊക്കെ ഉള്ളതാണ് എന്തിന്റെ? പേഴ്സോണിഫിക്കേഷന്റെ എക്സാമ്പിൾ. പിന്നെ നമ്മൾ പഠിച്ചാണ് അപ്രീസിയേഷൻ എങ്ങനെയാണ് എഴുതുന്നത് എന്ന്. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്ത് എഴുതാവുന്നതാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്.